അങ്ങനെ നമ്മൾ പടത്തിന് പോകും. പക്ഷെ പടത്തിന് പോകുമ്പോൾ ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞത്, ആ തിയേറ്ററിനകത്ത് മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന സമത്വം, ഈക്വലേഷൻ, ഒരു വേർതിരിവുമില്ല. എൻ്റെ അടുത്തിരിക്കുന്ന ആരെന്ന് പോലും അറിയില്ല. എൻ്റെ തൊട്ട് ഫ്രണ്ട് ഈ സീറ്റിലിരിക്കുന്ന ആരെന്ന് പോലും അറിയില്ല. ഞാൻ തിയേറ്ററിൽ ഭക്ഷണം വാങ്ങാൻ മുമ്പ് നമ്മളെ ചുറ്റുവട്ടത്തിരിക്കുന്നത് ആരെന്നറിയില്ല. പക്ഷെ ഞാൻ തിയേറ്ററിൽ കാണുന്ന ഒരു വലിയ പ്രതിഭാസമുണ്ട്. പ്രേക്ഷകർക്ക് തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. പക്ഷെ ഞാൻ തിയേറ്ററിൽ കാണുന്ന വലിയ പ്രതിഭാസമുണ്ട്. എല്ലാവരും പരസ്പരം നോക്കുന്നത് റെസ്പെക്റ്റോടെ, സ്നേഹത്തോടെ, പ്രണയത്തോടെ. പ്രണയം നിങ്ങൾക്ക് കാണുന്നതാണ് ആയിരിക്കാം ഒരു പക്ഷെ മറ്റേ പ്രണയം. അങ്ങനെയല്ല, പ്രണയത്തോടെ, പാഷൻ. ഈ സിനിമയിൽ തിയേറ്ററിൽ വരുന്ന സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി താഴ്ന്നു നിൽക്കുന്നവരുണ്ടത്. അവരുടെ നോളജ് സമയത്തിൽ ചിലപ്പോൾ അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയ റിച്ച് ആയിരിക്കും. ഫിനാൻഷ്യലി താഴ്ന്നു നിൽക്കുന്ന ഒരാൾ സാമ്പത്തികമായിട്ടാണ് താഴ്ന്നു നിൽക്കുന്നത്. ഏറ്റവും 1000 കോടി ഉള്ളവന് മെന്റലി അവൻ പ്രിപ്പയർ അല്ല എങ്കിൽ ഈ സാമ്പത്തികമായിട്ട് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ആളുടെ നോളജിനെക്കാളും 50,000 മടങ്ങ് താഴെയാണ് അയാൾ. അപ്പൊ നമ്മൾ സാമ്പത്തികം വെച്ച ഒരാളെ വിലയിരുത്തരുത്. അത് ആ കൊടുക്കൽ വാങ്ങലുകൾ മാത്രമാണ്. പക്ഷെ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല. ഹൂ ഈസ് ദ റിച്ച്, വിച്ച് ഈസ് ദ റിച്ച്, വാട്ട് ഈസ് ദ റിച്ച്, വെൻ ഈസ് ദ റിച്ച്, ഹൂ ഈസ് ദ പ്യുവർ, വിച്ച് ഈസ് ദ പ്യുവർ, വാട്ട് ഈസ് ദ പ്യുവർ, വെൻ ഈസ് ദ പ്യുവർ എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ എല്ലാവരും, പക്ഷെ ഇവരെല്ലാവരും പാഷനോടെ. ഞാൻ പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴും പറഞ്ഞ ഫാമിലിയൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ട് കാണാൻ പോകുമ്പോഴും എല്ലാവരും പരസ്പരം നോക്കുന്നതൊന്നും തെറ്റായ രീതിയിലല്ല. ഓരോരുത്തരെയും കാണുന്നൊരു എന്തോ പാഷനുള്ളവർ തിയേറ്ററിൽ വരും പോലെയാണ്. എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഞാൻ ഓരോ ദിവസവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു നിമിഷവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് അതിരിസായിട്ട് സിനിമ കാണുമ്പോൾ സിനിമയെക്കാളും ഞാൻ വാച്ച് ചെയ്തതൊക്കെ തന്നെയാണ്. കാരണം ധാരാളം ഫാമിലിയാണ് സിനിമയ്ക്കുള്ളത്. പക്ഷെ ഇവരൊക്കെ പരസ്പരം എന്തോ റെസ്പെക്ട് കൊടുക്കണ പോലെ എനിക്കൊരു ഫീൽ. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പ്രേക്ഷകർക്ക് തെറ്റാണെങ്കിൽ തിരിത്തി തൂക്കി ദൂരം. പക്ഷെ എൻ്റെ ഫീല് ഞാൻ പറയണം. ഞാനിപ്പോൾ തിയേറ്ററിൽ കാണുന്നത് ഹെവി റെസ്പെക്ട് ഫീലാണ്. പരസ്പരം ആക്ഷൻ ഓഫ് റിയാക്ഷൻ ഇതൊന്നും ഇല്ലാത്തവരാണ് തിയേറ്ററിൽ വന്ന് അലമ്പുണ്ടാകുന്നത്. അങ്ങനെ ഉള്ളവരുടെ എണ്ണം കുറഞ്ഞിരിക്കണു. അലമ്പുണ്ടാക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കണു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് ഒരു ബ്ലോഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ നാളെ എന്നെ എത്രയാണോ അടിച്ചു മാറ്റണം, എൻ്റെ വീവ്സിൽ കൂടി, എൻ്റെ ഈ മൊബൈലിൽ കൂടി എൻ്റെ സീക്രട്ട് അടിച്ചു മാറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നത് അടിച്ചു മാറ്റുന്നവനായിരിക്കും 10 വർഷം കഴിയുമ്പോൾ ഏറ്റവും വലിയ ക്രിമിനൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ ആണ് ഞാൻ പറയുന്നത്.